അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം കൂടുതൽ മഹബ്ബത്ത് വെക്കുവാനും സ്നേഹിക്കുവാനും നാം ശ്രമിക്കുക. മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് കാവ്യങ്ങൾ ധാരാളം പാടുമായിരുന്നു. റൗള ഷരീഫിൽ നിന്ന് അവിടുത്തെയുടെ മദ്ഹ് കാവ്യങ്ങൾ ധാരാളം പാടുകയുണ്ടായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ മഹബ്ബത്ത് കൊണ്ട് റൗള ഷരീഫ് തന്നെ തുറന്നു വന്നതായ അത്ഭുത സംഭവം നടന്നിട്ടുള്ളതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ മഹബ്ബത്ത് കൊണ്ടാണ്. അതിനാൽ ഇമാമിയങ്ങളും സ്വഹാബാക്കളുമെല്ലാം രക്ഷപ്പെട്ടത് മദീനത്തു റസൂലില്ല, മദീനയുടെ രാജാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ മഹബ്ബത്ത് കൊണ്ടാണ്. എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പതിവായി സ്വപ്നത്തിൽ കാണുന്നതായ ഒരു സയ്യിദുണ്ടായിരുന്നു. പിന്നീട് കുറേ കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരാറായി. പിന്നീട് ഒരു പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിലൂടെ ദർശിക്കുകയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയുണ്ടായി, യാ റസൂലല്ലാഹ്, കുറേ നാൾ വരാതിരുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് നിങ്ങൾ ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കിയത് കൊണ്ടാണ് എന്ന്. അപ്പോൾ ഈ സയ്യിദ് പറയുകയാണ്, അത് വാർത്തയിൽ ഞാൻ അറിയാതെ നോക്കിപ്പോയതാണ് എന്നാണ്. അതുകൊണ്ട് നാം നറൽ മദീന മിനൽ മദീന നറൽ അമീന, അൽ അമീനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണമെങ്കിൽ ഹറാമ് ചെയ്യാത്ത കണ്ണ് ഉണ്ടാവുകയും അവിടുത്തെ ഒന്ന് മുസാഫഹത്ത് ചെയ്യണമെങ്കിൽ ഹറാമ് പ്രവർത്തിക്കാത്ത കയ്യും വേണം. അങ്ങനെ നാം ഇലൽ മദീന, മദീനയിലേക്ക് നാം മടങ്ങുക. എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും നാം വിട്ടു നിൽക്കുവാനും നാം ശ്രമിക്കുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല കബൂലാക്കുകയും ചെയ്യുമാറാകട്ടെ.